നമസ്കാരം. 1969 ജൂലൈ 16 മനുഷ്യൻ ചന്ദ്രനിലെത്തിയ വാർത്ത ലോകത്തെ അറിയിക്കാൻ തയ്യാറെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ കയ്യിൽ രണ്ട് പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വിജയിച്ചാൽ പറയേണ്ട വാക്കുകൾ, മറ്റേത് പരാജയപ്പെട്ടാൽ പറയേണ്ട അനുശോചനം. സമാധാനപൂർവ്വം പര്യവേക്ഷണം നടത്താൻ ചന്ദ്രനിലേക്ക് പോയവർ ചന്ദ്രന്റെ മടിത്തട്ടിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്ന വിധി നിശ്ചയിച്ചിരുന്നു. ധീരരായവർക്ക് അറിയാം ജീവിതത്തെ സംബന്ധിച്ച പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന്. ഒപ്പം ഈ ജീവത്യാഗത്തിലൂടെ മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ നൽകാനുണ്ടെന്നും. ഇങ്ങനെയുള്ള ഒരു അനുശോചന പ്രസംഗവും നിക്സന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടി വന്നില്ല എന്നത് ചരിത്രം. അങ്ങനെയാണ് ബഹിരാകാശ യാത്രകൾ. ഏത് നിമിഷവും പരാജയപ്പെടാം. എപ്പോഴും മരണം കൂടെയുണ്ട്. അത് യാത്രികർക്കും നന്നായി അറിയാം. എന്നിട്ടും പുതിയ പുതിയ കണ്ടെത്തലുകൾക്കായി പുതിയ ആകാശങ്ങൾ തേടി അവർ സ്വമേധയാ രംഗത്തിറങ്ങുന്നു. എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതയെയും ബുച്ച് വിൽമോറും 9 മാസത്തിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ അതിൽ ബഹിരാകാശ യാത്രികർക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഈ പണി അങ്ങനെയാണ്. മുൻ അപകടങ്ങളിൽ നിന്ന് പാഠം പഠിച്ച ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ നോക്കിയത് കൊണ്ടാണ് സുനിതയുടെ യാത്ര ഇത്രയും വൈകിയതും. നാസയ്ക്ക് മുൻപിലുണ്ടായിരുന്നത് ലോകം നടുങ്ങിയ ചലഞ്ചറും കൊളംബിയയും അടക്കമുള്ള അപകടങ്ങളായിരുന്നു. ഈ ദുരന്തങ്ങൾ തന്നെയാണ് ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള നാസയുടെ സമീപനത്തെയും സ്വാധീനിച്ചത്. കൊളംബിയ ചലഞ്ചർ ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ സുനിതയുടെയും വിൽമോറിന്റെയും തിരിച്ചുവരവ് വൈകിപ്പിക്കാനുള്ള നാസയുടെ തീരുമാനത്തെ വളരെയധികം സ്വാധീനിച്ചുവെന്ന് നാസ തന്നെ പറയുന്നുണ്ട്. നിരവധി മനുഷ്യസ്നേഹികളായ ധീരന്മാരുടെ ജീവൻ ബലി നൽകിയാണ് നാസ അടക്കമുള്ള സ്പേസ് ഏജൻസികൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറിയത്. എന്തിനും ഏതിനും അമേരിക്കയെ കുറ്റം പറയുന്ന മലയാളി ഇടതുപക്ഷം പലപ്പോഴും നാസ അഥവാ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയെയും സാമ്രാജ്യത്വ ഏജന്റ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനല്ല. അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ ഉപയോഗിച്ച് നാസ നടത്തിയ പല ഗവേഷണങ്ങളുമാണ് ഇന്ന് സാറ്റലൈറ്റ് ടെക്നോളജിയായി, ടെലിവിഷനായി, മൊബൈൽ സാങ്കേതിക വിദ്യയായൊക്കെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ ലഘൂകരണ സംഘടന കൂടിയാണ് ഇത്. നാസയുടെ കണ്ടെത്തലുകൾക്ക് ഒന്നും പേറ്റന്റുകളില്ല. ആർക്കും ഉപയോഗിക്കാവുന്ന ആ ഫ്രീ ടെക്നോളജിയുടെ ചുവട് പിടിച്ചാണ് ലോകം ഇന്ന് ഇത്രയും വളർന്നത്. ഏകദേശം 150 പ്രാവശ്യം മനുഷ്യനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് നാസ. 1958 ഔദ്യോഗികമായി രൂപം കൊണ്ട നാസയുടെ ചരിത്രം നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോനോട്ടിക്സിന്റെ രൂപീകരണത്തോടെയാണ് ആരംഭിക്കുന്നത്. 1958 ജനുവരി 31 എക്സ്പ്ലോറർ 1 ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെയാണ് നാസ അംഗീകരിക്കപ്പെടുന്നത്. നാസയുടെ തുടക്കം മുതൽക്കേ ലക്ഷ്യമിട്ടത് മനുഷ്യനെ എങ്ങനെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിക്കണം എന്നായിരുന്നു. സോവിയറ്റ് യൂണിയനും ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഈ മത്സരയോട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ വേണൽ വോൺ വേണലിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ റോക്കറ്റ് പ്രോഗ്രാമിന്റെ പ്രവേശനം നിർണായകമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ പൗരനായ വേണൽ ഇന്ന് അമേരിക്കൻ ബഹിരാകാശ പരിപാടിയുടെ പിതാവായി അറിയപ്പെടുന്നു. തുടർന്ന് അങ്ങോട്ട് നാസയുടെ കാലമായിരുന്നു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന അമേരിക്കയുടെ ആദ്യ സംരംഭം പ്രോജക്ട് മെർക്കുറി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി 1961 മെയ് 5 ഫ്രീഡം 7 എന്ന ഉപപരിക്രമണ ബഹിരാകാശ പേടകം പറപ്പിച്ചുകൊണ്ട് അലൻ ഷെപ്പേർഡ് ആദ്യ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായി. തുടർന്ന് 1962 ഫ്രണ്ട്ഷിപ്പ് 7 എന്ന പേടകത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ അമേരിക്കൻ എന്ന ബഹുമതി ജോൺ ഗ്ലെൻ നേടിയെടുത്തു. മെർക്കുറി പ്രോജക്റ്റ് വിജയകരമായതിനു ശേഷമാണ് നാസയുടെ കണ്ണുകൾ ചന്ദ്രനിൽ പതിഞ്ഞത്. അതിനായി പ്രോജക്ട് ജെമിനി എന്ന പദ്ധതി ആവിഷ്കരിച്ചു. 10ഓളം ദീർഘസമയ ബഹിരാകാശ യാത്രകൾ സംഘടിപ്പിച്ചു. ഇതിൽ ആദ്യത്തേത് 1965 മാർച്ച് 23 ഗസ് ഗ്രിസോം, ജോൺ യങ് എന്നിവരെയും കൊണ്ട് പറന്നത് ജെമിനി 3 ആയിരുന്നു. തുടർന്നാണ് അപ്പോളോ പ്രോഗ്രാം ഉണ്ടായത്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തിയതോടെ നാസയുടെ കീർത്തി ലോകമെമ്പാടും പരന്നു.
അതിനുശേഷവും ലോകത്തെ ഞെട്ടിച്ച പല പരിപാടികളും നാസ നടത്തി. ഇതിലൊന്നായിരുന്നു ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യ അമേരിക്കൻ സ്പേസ് സ്റ്റേഷനായ സ്കൈലാബ്. തുടർന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വരെ, അതായത് ISS-ൽ വരെ നാസയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിക്ക് വളരെ അടുത്ത ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998-ലാണ് ഈ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്ന ഈ നിലയം 386.24 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് നിലയം നിർമ്മിച്ചത്. നാസ മാത്രമല്ല ഇതിലുള്ളത്. 16 രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാസ. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുടെ ചരിത്രമുണ്ടെങ്കിലും ഒരുപാട് ദുരന്തങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും നാസ കടന്നുപോയിട്ടുണ്ട്. ഓരോ ദുരന്തങ്ങളിൽ നിന്നും അവർ ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ഓരോ സഞ്ചാരിക്കും അറിയാം, അവർ അത് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതാണ് ഏത് നിമിഷവും അപ്രതീക്ഷിത ദുരന്തം വന്നെത്താം എന്ന്. എന്നിട്ടും അവർ പുതിയ അറിവുകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ പങ്കാളികളാകുന്നു. സ്വന്തം ജീവൻ ഹോമിച്ചും ലോകത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എഴുപതുകളുടെ അവസാന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ലോകാവസാന ഭീതിയെക്കുറിച്ച് പ്രൊഫസർ MN വിജയൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ സ്പേസ് സ്റ്റേഷനായ സ്കൈലാബ് താഴേക്ക് പതിച്ച് ലോകം അവസാനിക്കുമെന്ന് കരക്കമ്പി പരന്നതിനാൽ കോഴിയെയും ആടിനെയും ഒക്കെ കൊന്ന ഉള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റുതിന്ന മരണം കാത്തിരുന്നവർ മലബാറിലടക്കം ധാരാളം ഉണ്ടായിരുന്നു എന്ന്. ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യ അമേരിക്കൻ സ്പേസ് സ്റ്റേഷനാണ് സ്കൈലാബ്. 75 ടൺ ഭാരമുള്ള ഈ സ്പേസ് സ്റ്റേഷൻ 1973 മുതൽ 79 വരെ പ്രവർത്തന സജ്ജമായിരുന്നു. 1973-ലും 74-ലുമായി ബഹിരാകാശ സഞ്ചാരികൾ ഇത് സന്ദർശിച്ചിട്ടുണ്ട്. സൗരയുധത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനം പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മൈക്രോഗ്രാവിറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു പരീക്ഷണശാലയും സോളാർ ഒബ്സർവേറ്ററിയും ഇതിൽ സജ്ജമാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളും ഫണ്ടിങ്ങിന്റെ പ്രശ്നവും മൂലം ഇതിനെ ശരിയായി കൊണ്ടുപോകാൻ നാസയ്ക്ക് കഴിഞ്ഞില്ല. ആ സമയമാണ് സ്കൈലാബ് താഴേക്ക് വീണ് ലോകം അവസാനിക്കുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ പരന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. 1979-ൽ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച സ്കൈലാബ് കത്തി തകർന്നു. ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. കോഴിയെയും ആടിനെയും ഒക്കെ കൊന്നു തിന്നവർ ചൂളിപ്പോയത് മിച്ചം. പക്ഷേ സ്കൈലാബിന് മാത്രമല്ല, ഏത് ബഹിരാകാശ വിക്ഷേപണത്തിനും റിസ്ക് ഉണ്ട്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക തുടങ്ങിയ അപ്പോളോ ദൗത്യത്തിന്റെ തുടക്കം തന്നെ വലിയ ദുരന്തമായിരുന്നു. ഗ്രീക്ക് പുരാണത്തിലെ സൂര്യദേവൻ അപ്പോളോയെ അവലംബിച്ചാണ് ഐതിഹാസികമായ ചാന്ദ്രയാത്രാ പദ്ധതിക്ക് അപ്പോളോ പദ്ധതി എന്ന് പേരിട്ടത്. US പ്രസിഡന്റ് ഐസനോവറിന്റെ കാലത്താണ് അപ്പോളോ പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കപ്പെട്ടത്. ചന്ദ്രനെയും ചാന്ദ്രമണ്ഡലത്തെയും കുറിച്ച് മെർക്കുറി, ജെമിനി പദ്ധതികൾ, USSRന്റെ ലൂണാർ പദ്ധതി തുടങ്ങിയവ നൽകിയ അറിവുകൾ അടിസ്ഥാനമാക്കി പ്രതികൂല ഘടകങ്ങളെ അതിജീവിക്കാൻ സാധിക്കും വിധത്തിലാണ് അപ്പോളോ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തത്. സത്യത്തിൽ സോവിയറ്റ് യൂണിയനെ വെല്ലണം എന്ന അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയുടെ ദൃഢ നിശ്ചയമായിരുന്നു ഈ പ്രോജക്റ്റിന്റെ ഊർജം. അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഒന്നൊന്നായി പിഴയ്ക്കുകയും സോവിയറ്റ് യൂണിയൻ അടിച്ചു കയറി വരികയും ചെയ്യുന്ന കാലമായിരുന്നു അത്. ആ സമയത്ത് കെന്നഡി പ്രഖ്യാപിച്ചു, ചന്ദ്രനിൽ ആളെ ഇറക്കുകയും തിരികെ ഭൂമിയിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്യുന്ന ആദ്യ രാജ്യം അമേരിക്കയായിരിക്കും എന്ന്. പ്രസിഡന്റ് പറഞ്ഞതിന് വില കൊടുക്കേണ്ടി വന്നത് നാസയാണ്. സത്യത്തിൽ അവർ രാപ്പകലില്ലാതെ ശ്രമിച്ചു. ആദ്യത്തെ 10 പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഒന്ന് വിജയിച്ചത്. ആദ്യത്തെ അപ്പോളോ വാഹനം 1967 ജനുവരി 27-ന് പ്രയാണ സജ്ജമായി. 14 ദിവസം ബഹിരാകാശത്തിൽ ഭൂമിയെ ചുറ്റി പറക്കാനാണ് അപ്പോളോ 1 തയ്യാറാക്കിയത്. വെർജിൽ ഗ്രിസം, എഡ്വേർഡ് വൈറ്റ്, റോജർ ചാഫി എന്നിവർ കയറിയ അപ്പോളോ വാഹനം പക്ഷേ ദുരന്തത്തിലേക്കാണ് പോയത്. പരീക്ഷണത്തിനിടയിൽ തീപിടിച്ചതോടെ 3 ബഹിരാകാശ യാത്രികരും എരിഞ്ഞ് ചാമ്പലായി. ഈ ദുരന്തം അപ്പോളോ പദ്ധതിയെ സാരമായി ബാധിച്ചു. വൈദ്യുത ബന്ധങ്ങൾക്ക് നേരിട്ട തകരാറുകളാണ് പ്രശ്നമായത്. ഓക്സിജൻ ടോക്സിസിറ്റി എന്ന ഇത് പിന്നീട് വിലയിരുത്തപ്പെട്ടു. 20 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നാസ ശ്രമിച്ചു. അപ്പോളോ 6 വരെയുള്ള ദൗത്യങ്ങൾ ആളില്ലാതെയുള്ള പരീക്ഷണ പറക്കലുകളായിരുന്നു. 7ഉം 8ഉം ദൗത്യങ്ങളിൽ മനുഷ്യനെ ഉൾപ്പെടുത്തി. അപ്പോളോ 8-ലെ സഞ്ചാരികൾ മനുഷ്യനെ ചന്ദ്രന്റെ
ഭ്രമണപഥത്തിൽ എത്തിച്ചു. 10ാമത്തെ ദൗത്യത്തോടെ ചന്ദ്രനിൽ ഇറങ്ങുന്നതൊഴിച്ച എല്ലാം പൂർത്തിയാക്കി. ചന്ദ്രോപരിതലത്തിന് ഏതാനും കിലോമീറ്റർ അടുത്തുവരെ എത്തിയ അപ്പോളോ 10 ചാന്ദ്രദൗത്യം യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടിയത്. തുടർന്നാണ് ചരിത്രം കുറിച്ച 11ാം ദൗത്യം ഉണ്ടായത്. 1969 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും മൈക്കൽ കോളിൻസും ഫ്ലോറിഡ ഐലൻഡിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ 10 ലക്ഷത്തോളം പേരാണ് അവർക്ക് ആശംസ നേരാൻ എത്തിയത്. അവർ ചരിത്രം കുറിക്കുകയും ചെയ്തു. പക്ഷേ നാസ നിർത്തിയില്ല. അപ്പോളോ 20 വരെയുള്ള മിഷൻ അവർ പ്രഖ്യാപിച്ചു. അപ്പോളോ 13 ഒഴികെയുള്ള 6 ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കി. 10 പേർ പിന്നെയും ചന്ദ്രനിലിറങ്ങി. പക്ഷേ അപ്പോളോ 13ൻ്റേത് അസാധാരണമായ ഒരു രക്ഷാ ദൗത്യവുമായിരുന്നു. അതിൻ്റെ മുന്നിൽ നോക്കിയാൽ ഇന്ന് സുനിത വില്യംസിന്റെ റെസ്ക്യൂ ഒന്നുമല്ല. 1970 ഏപ്രിൽ 11 ഇന്ത്യൻ സമയം രാത്രി 12:43 അപ്പോളോ 13 പുറപ്പെട്ടത്. ജെയിംസ് ലോവൽ, ഫ്രെഡ് ഹൈസ, അതുപോലെ തന്നെ ജാക്ക് സ്വൈഗർ എന്നിവരായിരുന്നു യാത്രക്കാർ. ഓക്സിജൻ ടാങ്കിന്റെ പുറത്തെ പാളി പൊട്ടിത്തെറിച്ചത് മൂലം ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരാൻ നിവൃത്തിയില്ലാതെ ഏപ്രിൽ 17 അവർ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. പക്ഷേ ഇവരെ അവിടെ നിന്ന് അതിവിദഗ്ധമായി തിരിച്ചു കൊണ്ടുവന്നു. മാർഗമധ്യേ അപകടം പിണങ്ങാലും ഒരു ബഹിരാകാശ വാഹനത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അപ്പോളോ 13ന്റെ തിരിച്ചെത്തൽ. 1970-80കളിലാണ് സ്പേസ് ഷട്ടിൽ എന്ന ആശയത്തിൽ നാസ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. 1985ഓടെ 4 സ്പേസ് ഷട്ടിൽ നിർമ്മിക്കാനും നാസയ്ക്ക് കഴിഞ്ഞു. തുടർച്ചയായി വീണ്ടും വിക്ഷേപിക്കാവുന്ന ബഹിരാകാശ വാഹനങ്ങളാണ് സ്പേസ് ഷട്ടിലുകൾ. 1981 ഏപ്രിൽ 12 ആദ്യ സ്പേസ് ഷട്ടിലായ കൊളംബിയയുടെ വിക്ഷേപണം. 1986 ചലഞ്ചർ വിക്ഷേപിച്ചുവെങ്കിലും അത് ദുരന്തമായി മാറി. ആകാശത്തെ ടൈറ്റാനിക് ദുരന്തമെന്നാണ് 1986 ജനുവരി 28 ചലഞ്ചർ ദുരന്തത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ടൈറ്റാനിക്കിനെ പോലെ ചലഞ്ചറും ഒരിക്കലും തകരില്ല എന്നും അതൊരു പെർഫെക്റ്റ് പേടകമാണെന്നും സൃഷ്ടാക്കൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ വിക്ഷേപണ തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി 73 സെക്കൻഡിന് ശേഷം അത് ദുരന്തത്തിൽ കലാശിച്ചു. വാഹനത്തിലെ 7 ബഹിരാകാശ സഞ്ചാരികളും മരിച്ചു. ഇന്ന് ലോക ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായാണ് ചലഞ്ചർ ദുരന്തം കണക്കാക്കുന്നത്. ഈ ദുരന്തത്തോടെ വലിയ പ്രതിഷേധമാണ് നാസയ്ക്കെതിരെ ഉണ്ടായത്. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ വിക്ഷേപണത്തിന് മുൻപുണ്ടായിരുന്നു. പലതവണ വിക്ഷേപണം മാറ്റി ഒടുവിൽ നിശ്ചയിച്ച യാത്രയ്ക്ക് തലേന്ന് ഫ്ലോറിഡയിലാകമാനം ശക്തമായ ശീതതരംഗം അടിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് വിക്ഷേപണം മാറ്റിവെച്ചില്ല എന്നൊക്കെ ചോദിച്ച മാധ്യമങ്ങൾ നാസയെ നിർത്തി പൊരിച്ചു. പക്ഷേ അതും പിന്നീട് ബഹിരാകാശ യാത്രാ സുരക്ഷയിൽ നിർണായകമായ പല പാഠങ്ങളും നൽകി. ചലഞ്ചറിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തെന്ന് പിന്നീട് നാസ തന്നെ കണ്ടെത്തുകയും ചെയ്തു. വലതുഭാഗത്തെ ഖര ഇന്ധന റോക്കറ്റ് ബൂസ്റ്ററിന്റെ ഒരു സന്ധിയിലെ ഓ റിംഗ് സീലിൽ ഉണ്ടായ ചോർച്ചയായിരുന്നു പ്രശ്നം. ചലഞ്ചറിന് ശേഷം ലോകത്തെ നടുക്കിയ ബഹിരാകാശ ദുരന്തമായിരുന്നു കൊളംബിയ ദുരന്തം. ഇന്ത്യയെ തീരാ വേദനയിലാഴ്ത്തിയ ദുരന്തമായിരുന്നു ഇത്. 2003 ജനുവരിയിൽ പറന്നുയർന്ന കൊളംബിയ ദൗത്യം 2 ആഴ്ച പിന്നിട്ട് 2003 ഫെബ്രുവരി 1 ഭൂമിയിൽ തിരിച്ചിറങ്ങുന്നതിനിടെ ദുരന്തം ചിറകു വിരിച്ചിറങ്ങി. വാഹനത്തിലുണ്ടായിരുന്ന ഇന്ത്യയുടെ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള 7 യാത്രക്കാരുടെ ആകാശ സ്വപ്നങ്ങളാണ് അവിടെ പൊലിഞ്ഞത്. പേടകത്തിന്റെ ഇടത് ചിറകിന്റെ താപകവചത്തിന് സംഭവിച്ച കേടുപാടാണ് അപകടത്തിന് കാരണമായത്. ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ ഉയർന്ന താപനിലയിൽ ചിറകിന് തീ പിടിച്ചു കത്തി തുടങ്ങി. ഭൂമിയിൽ നിന്ന് 2.5 ലക്ഷം അടി മുകളിൽ ശബ്ദവേഗത്തിന്റെ 23 ഇരട്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന കൊളംബിയ തകർന്നു തുടങ്ങി. മിനിറ്റുകൾക്ക് ശേഷം കൊളംബിയ ഒരു അഗ്നിഗോളമായി കത്തിയമർന്നു. ഈ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഒരു പാഠം പഠിച്ചതുകൊണ്ടാണ് നാസ സുനിതയുടെയും വിൽമോറിന്റെയും കാര്യത്തിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തിയത്. ചലഞ്ചർ കൊളംബിയ ദുരന്തങ്ങളിൽ നാസ പഠിച്ച ആദ്യത്തെ പാഠമാണ് സേഫ്റ്റി ഫസ്റ്റ് എന്നത്. ഇതിനെ തുടർന്ന് നാസ തങ്ങളുടെ സുരക്ഷാ പ്രോട്ടോകോളുകളെ തന്നെ പുനർനിർമ്മിക്കുകയുണ്ടായി. ഇതിലെ ഏറ്റവും വലിയ മേന്മ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ ഇവയെക്കുറിച്ച് യാത്രികരുമായി സജീവ ആശയവിനിമയം നടത്തുക എന്നതായിരുന്നു. സുനിത വില്യംസിന്റെ തിരിച്ചുവരവിലും നാസയുടെ കൃത്യമായ ആശയവിനിമയം പ്രകടമാണ്. ഒടുവിൽ സ്റ്റാർലൈനറിന് പകരം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ഉപയോഗിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ നാസയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല.
സുനിതയും വിൽമോറും തിരിച്ചെത്തിയതോടെ അവരുടെ സുരക്ഷ സംബന്ധിച്ച ആകാംക്ഷകൾക്ക് വിരാമമായെങ്കിലും ഇതിന്റെ പേരിൽ അമേരിക്കയിൽ മറ്റൊരു വിവാദം ശക്തിപ്പെടുകയാണ്. അത് ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകവും ആ പേടകത്തിൽ സുനിതയെയും വിൽമോറിനെയും ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടതുമാണ്. സുനിതയും വിൽമോറും 287 ദിവസം ബഹിരാകാശ നിലയത്തിൽ പെടാനിടയായ സംഭവത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ സ്വന്തമായി ബഹിരാകാശ വാഹനമില്ലാത്ത നാസയുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ എത്തുക. 1973 അമേരിക്കയുടെ അപ്പോളോ ദൗത്യം അവസാനിച്ചത്. അതോടെ നാസ സ്വന്തമായി ബഹിരാകാശ വാഹനമില്ലാത്ത ഏജൻസിയായി. 1981 സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം തുടങ്ങും വരെ അതായിരുന്നു സ്ഥിതി. അതേസമയം 1967 രംഗത്തെത്തിയ സോവിയറ്റ് യൂണിയന്റെ വിശ്വസ്തമായ സോയൂസ് വാഹനം പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. 2011 വരെ ബഹിരാകാശത്ത് ആളെ അയക്കാനും സാധനങ്ങൾ എത്തിക്കാനും നാസയ്ക്ക് സ്പേസ് ഷട്ടിലുകൾ ഉണ്ടായിരുന്നു. സ്പേസ് ഷട്ടിലുകളുടെ പ്രവർത്തനം 2011 നിർത്തിയതോടെ നാസ വീണ്ടും ബഹിരാകാശ വാഹനമില്ലാത്ത ഏജൻസിയായി മാറി. അതിനിടെ 1998 നിർമ്മാണം ആരംഭിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 2011 ആയപ്പോഴേക്കും പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. ദൗർഭാഗ്യവശാൽ ആ സമയത്താണ് നാസ വാഹനമില്ലാത്ത ഏജൻസിയായി വീണ്ടും മാറുന്നത്. ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന നാസയ്ക്ക് സ്വന്തം യാത്രികരെ നിലയത്തിൽ എത്തിക്കാൻ റഷ്യയുടെ വാഹനത്തിനായി വാടക നൽകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ നാസ കണ്ടെത്തിയ മാർഗം 2 പ്രൈവറ്റ് കമ്പനികൾക്ക് ബഹിരാകാശ വാഹനം നിർമ്മിക്കാൻ കരാർ നൽകുക എന്നതായിരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, ബോയിങ് എന്നീ കമ്പനികൾക്കാണ് നാസ 2014 കരാർ നൽകിയത്. ബഹിരാകാശ വാഹനം വികസിപ്പിക്കാൻ സ്പേസ് എക്സിന് $260 കോടി കോൺട്രാക്ട് നൽകിയപ്പോൾ പരിചയസമ്പന്നത കൂടുതലുള്ള കമ്പനി എന്ന നിലയിൽ ബോയിങ്ങിന് $420 കോടി നൽകി. സ്പേസ് എക്സ് കമ്പനി 6 വർഷം കൊണ്ട് അവരുടെ ഡ്രാഗൺ വാഹനം വികസിപ്പിച്ചു. 2020 മുതൽ നാസ തങ്ങളുടെ ബഹിരാകാശ സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത് ഡ്രാഗൺ പേടകത്തിലാണ്. അതേസമയം ബോയിങ് കമ്പനിക്ക് 10 വർഷമായിട്ടും ഒരു ഫുൾ പ്രൂഫ് വാഹനം വികസിപ്പിക്കാനുമായിട്ടില്ല. അവർ രൂപം നൽകിയ ബഹിരാകാശ വാഹനമാണ് സ്റ്റാർലൈനർ. 2022 വരെ ആളില്ലാത്ത സ്റ്റാർലൈനറിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ 3-ൽ 2 ഭാഗവും പരാജയമായിരുന്നു. അക്കാര്യം അവഗണിച്ച് 2024 ജൂൺ 5 സുനിതയെയും വിൽമോറിനെയും ആ പേടകത്തിൽ നാസ അയച്ചത് പിഴവായിരുന്നു എന്നാണ് പറയുന്നത്. സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്ര രാഷ്ട്രീയ വിവാദമാക്കുകയാണ് ട്രംപും ഇലോൺ മസ്കും അതിലൂടെ ചെയ്തത്. ഫലത്തിൽ നാസയെ ഒന്ന് കൊച്ചാക്കിക്കൊണ്ട് വളരാനുള്ള ശ്രമമാണ് മസ്ക് നടത്തുന്നത് എന്ന ആക്ഷേപവും ഉണ്ട്. പക്ഷേ നാസയുടെ പ്രവർത്തന മികവും ഏറ്റെടുക്കുന്ന വലിയ പ്രോജക്റ്റുകളും എല്ലാം നോക്കുമ്പോൾ മസ്ക് ഒന്നുമല്ല. നാസ എന്താണെന്ന് അമേരിക്കൻ ഭരണാധികാരികൾക്കും നന്നായി അറിയാം. ഒരു സ്വകാര്യ സംരംഭകനും ആ ഒരു പ്രസ്ഥാനത്തിന് പകരമാകില്ല. നിരവധി ശാസ്ത്ര കുതുകികൾ ജീവൻ കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം കരുത്തോടെ നിലനിൽക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് സുനിത വില്യംസ്.